കാര്യം ഒന്നെങ്കിൽ ഗവൺമെൻറ് ഒരു തീരുമാനം കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞാൽ വെളുപ്പിന് 5 മണി തൊട്ട് ക്രഷർ യൂണിറ്റ് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ പ്രവർത്തിക്കാൻ 6 മണി മുതലാണ്. ഒന്നെങ്കിൽ എൻ്റെ 2 ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ഒരു ഇത് പറയുന്നത്. അപ്പം 5 മണി തൊട്ട് അല്ലെങ്കിൽ 7 മണി വരെ 7 മണി വരെ കൊടുക്കണം. 5 മണി മുതൽ രാത്രി 7 മണി വരെ പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി കൊടുക്കണം. എന്നിട്ട് ഈ സ്കൂൾ ടൈം ഇങ്ങനെ തന്നെ പോട്ടെ, കുഴപ്പമില്ല. ഒരു പരിധി വരെ നമുക്ക് ഈ ആക്സിഡൻറ്റുകൾ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ അത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ പൊക്കോട്ടെ, കുഴപ്പമില്ല. ഈ സ്കൂൾ ടൈം എന്ന് പറയുന്ന ഒരു ടൈം, ഈ ടൈം അതായത് 8 മണി തൊട്ട് 10 മണി വരെ ആണെങ്കിൽ ഇപ്പം പൊതുവിൽ നമ്മളെ ഈ ടിപ്പർ മേഖല കംപ്ലീറ്റ് എല്ലാ ടിപ്പറും ഗുഡ്സ് വെഹിക്കിളും കംപ്ലീറ്റും GPS നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ എനിക്കൊന്ന് ഒരു 3-4 വർഷമായിട്ട് GPS നിർബന്ധമാക്കിയിട്ടുണ്ട്. GPS ഇല്ലാത്ത ഒരു വണ്ടി പോലും ഇല്ല. അപ്പോൾ ടെസ്റ്റിന് പോകണമെങ്കിൽ GPS വേണം. ടെസ്റ്റിന് പോകണമെന്നല്ല, എപ്പോഴും GPS വേണം വണ്ടിയിൽ. അപ്പോൾ അതിന് ഇൻസ്പെക്ഷൻ ഒക്കെ വരാറുണ്ട്. ഉണ്ട്. അപ്പോൾ GPS ഉള്ളത് കൊണ്ട് ഇവർ ചെയ്യേണ്ട വേല സ്കൂൾ ടൈം എന്നുള്ള ടൈം വെക്കുക വേണം, എടുത്ത് കളയണ്ട. 8 മണി തൊട്ട് 10 മണി വരെ വെക്കുക. പക്ഷേ ഈ ടൈമിൻ്റെ പരിധിയിനകത്ത് വെച്ച് GPS ഉള്ള വണ്ടിയാണല്ലോ, വെഹിക്കിൾമാർ ചെക്കിങ്ങിന് ഇറങ്ങണ്ട. വെഹിക്കിൾ ഓഫീസിൽ ഇരുന്നോട്ടെ. അവർക്കിരുന്ന് ചെയ്യേണ്ട ഒരു 2 മണിക്കൂറത്തുള്ള ജോലി കൊടുക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ ഈ GPS 40 ഒരു കിലോമീറ്റർ പരിധി വയ്ക്കുക. ഒരു 40-നോ ഒരു 40-45 50-ഉം 60-ഉം വേണ്ട. ഒരു 40-നും 45-നും ഇടയിൽ 45 അല്ലെങ്കിൽ 40 സ്പീഡിന് ഒരു ടിപ്പർ വണ്ടി ഓടാവൂ. ഈ ഒരു സമയത്ത് ഓടുക 40 സ്പീഡിന് മുകളിലോട്ട് ഓടണ്ട. ഞാൻ ഇതായിട്ട് പറയുന്നത് വെച്ചാൽ ഓടണം എന്നുള്ളവർ ഓടട്ടെ, ആവശ്യക്കാരൻ ഓടട്ടെ. പക്ഷെ സ്പീഡ് 40 ആയിരിക്കണം. 8 മണി തൊട്ട് 10 മണി വരെ 40 സ്പീഡിനകത്തായിരിക്കണം ഓടേണ്ടത്. എൻ്റെ ഒരു ഇതാണ് പറയുന്നത്. വെറുതെ വണ്ടി കിടക്കുന്നതിനെക്കാട്ടി അവർ പയ്യെ സമാധാനപരമായിട്ട് ഓടി ചിലപ്പോൾ 8 മണി എന്നുള്ളത് ഒരു 8:30 സൈറ്റിലെത്തുമല്ലോ. അതെ, ഉറപ്പാണ്. അവരുടെ കാര്യങ്ങളും എല്ലാം നടക്കുമല്ലോ, അപകടങ്ങൾ കുറയുകയും ചെയ്യും. പിന്നെ 40-ന് മേളിലോട്ട് പോയാൽ ഫൈൻ അടിച്ചോട്ടെ, ഓട്ടോമാറ്റിക് ഫൈൻ അടിച്ചോട്ടെ. ഒരു 10,000-മോ 15,000-മോ ഇട്ടോട്ടെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഡ്രൈവറുടെ അല്ലെങ്കിൽ ഓണറുടെ RC എന്തെങ്കിലും സസ്പെൻഡ് ചെയ്യോ, എന്ത് വേണോ ചെയ്തോട്ടെ. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ ഈ മേഖല നിലനിൽക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ടാണ്.